അടിപൊളിയായിട്ടുണ്ട്, അടിപൊളി. സമ്മർവത്തിലെയും ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒക്കെ എന്താ പറയുന്നത്, നേരത്തെ പണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം വളരെ അതിന്റെ എല്ലാ എന്താ പറയുന്നത് വളരെ മനോഹരമായിട്ട് അതിനെ റീമസ്റ്റർ ചെയ്തിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. കുറേ സമയത്ത് എന്തോ അന്നൊന്നും കരഞ്ഞില്ലെങ്കിൽ ഇന്ന് സത്യം പറഞ്ഞാൽ കുറേ സമയം ഇരുന്ന് കരഞ്ഞു പോയി. കാരണം കുറേ സീനുകൾ കണ്ടിട്ട് സൂപ്പറായിട്ടുണ്ട്. എന്തോ കേട്ടില്ല, എന്തോ ആദ്യം പണ്ട് തിയേറ്ററിൽ നിന്നാണ് കണ്ടത്. ഇപ്പം കണ്ടപ്പോൾ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. നല്ല രീതിയിൽ വളരെ ഇത്രയും മനോഹരമായിട്ട് ആ പടം ആ പണ്ട് എടുത്ത് തന്നെ ആ ഒരു അത്ര ഒരു കളർ കോമ്പിനേഷനിലാണല്ലോ. ഇപ്പൊ അത് ഒന്നുകൂടെ മനോഹരമായിട്ടുണ്ട്. സമ്മരൻ ബത്ലഹേം ഓൾറെഡി നമ്മളെല്ലാവരും കണ്ട ഫിലിമാണ്. പക്ഷെ ഇത് ഞാൻ ഭയങ്കര കുഞ്ഞായിരുന്നപ്പോഴാണ് ഇറങ്ങിയത്. അപ്പോൾ ഒന്നും കൂടെ തിയേറ്ററിൽ വന്നപ്പോൾ എനിക്ക് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങൾ വന്ന് കണ്ടു. ഒബ്വിയസ്ലി കണ്ട സീൻസൊക്കെ ചെറിയ സ്ക്രീനിൽ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ തിയേറ്ററിൽ കണ്ടതിൻ്റെ ഇമ്പാക്റ്റൊക്കെ ഭയങ്കരമായിരുന്നു. ലാലേട്ടൻ്റെ സീനൊക്കെ ലൈക്ക് കണ്ടതാണെങ്കിലും ആ സീൻ ഇപ്പോൾ വരും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനൊക്കെ ഭയങ്കര നല്ലതായിരുന്നു. പിന്നെ സർപ്രൈസ് പാക്കേജായിട്ട് ഞങ്ങൾക്ക് സിബി മലയാൽ സാറിനെയും വിദ്യാസാഗർ സാറിനെയും കാണാൻ പറ്റി, ലൈവായിട്ട് പാട്ട് കേൾക്കാൻ പറ്റി. സോ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. എല്ലാവരും വന്ന് കാണണം. നല്ല ക്വാളിറ്റി ഉണ്ട്. നമ്മളെപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ ഇതിൽ ടി വിയിൽ കണ്ടിട്ട് ഫസ്റ്റ് ടൈം ബിഗ് സ്ക്രീനിൽ കണ്ടപ്പോൾ അത് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ, ഞങ്ങളെല്ലാവരും ആയിരുന്നു. അപ്പുറത്തുള്ളവരെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. കണ്ടത് ഞാൻ ടി വിയിൽ കണ്ടതാണ്. തിയേറ്ററിൽ ആദ്യമായിട്ടാണ്. ഭയങ്കര സന്തോഷമുണ്ട് കണ്ടതിൽ. നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ലല്ലോ ഇത് 4K റിലീസ് ചെയ്യും. അപ്പം നമ്മൾ കുഞ്ഞിലെ കണ്ടിട്ടുണ്ടാവണം, പക്ഷെ ഓർമ്മയില്ല. ഇത്രയും വർഷം കഴിഞ്ഞ് തിയേറ്ററിൽ കാണാൻ പറ്റിയാൽ ഒരുപാട് സന്തോഷമുണ്ട്. അതെ അതെ, കുറച്ച് ഇമോഷണലാണ്. പിന്നെ ഉറപ്പായിട്ട് കണ്ടിട്ടുണ്ട്. തിയേറ്ററിൽ കണ്ടിട്ടുണ്ട്. അച്ഛനമ്മയൊക്കെ കൊണ്ടുപോകുമല്ലോ. അപ്പൊ അവര് പറയുന്ന മെമ്മറീസേ നമുക്ക് അന്നുള്ളൂ. അന്ന് തിയേറ്ററിൽ പോയിരുന്ന് കണ്ടോന്നും ഓർമ്മയില്ല. പക്ഷെ ഇന്നിപ്പോ കണ്ടപ്പോ ഭയങ്കര സന്തോഷം. പിന്നെ 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 ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് പ്രത്യേകിച്ച് സിൻസ് ഞാൻ സിംഗർ ആയതുകൊണ്ടുകൂടി എനിക്ക് മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ടും ഞാൻ നന്നായി എൻജോയ് ചെയ്തു. ചെറുപ്പത്തിൽ ഞാൻ 6 years ആയിരുന്നു അഭിനയിച്ചപ്പോൾ. അപ്പോൾ അതൊന്നും ശ്രദ്ധയിലില്ലല്ലോ. 27 years കഴിഞ്ഞിട്ട് കണ്ടപ്പോൾ ഓർമ്മയില്ല സത്യം പറഞ്ഞാൽ. ബിക്കോസ് ഭയങ്കര ചെറുതായിരുന്നില്ലേ, ഞാൻ കുറുമ്പ് കൂടുതലുള്ള കൂട്ടത്തിലായിരുന്നു. അപ്പോൾ ഇരുത്തുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് 27 years കഴിഞ്ഞിട്ട് ഫുൾ മൂവി ഞാൻ കാണണത് സീരിയസ്നെസ്സോടുകൂടി. സോ വെരി വെരി ഗുഡ്, വെരി നൈസ്. ആൻഡ് ഞാനിനിയിപ്പോൾ PVR അങ്ങനത്തെ എല്ലാം തിയേറ്റേഴ്സിൽ പോയി കാണാൻ പ്ലാൻ ചെയ്യാണ്. സോ വെരി എക്സൈറ്റഡ്. ഗൂസ് ബംസ് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയില്ലേ? ഫുൾ ഗൂസ് ബംസ് ആയിരുന്നു. അതിൻ്റെ ഓരോ ഭയങ്കര ഇമോഷണൽ. ഇൻഫാക്ട് ഓരോരോ ഡയലോഗും ലാലേട്ടൻ പറയുമ്പോൾ ഈവൻ ആളുടെ ഫിസിക്കലി യു ക്യാൻ സീ ആൾ വിറയ്ക്കണതും അതൊക്കെ ഇപ്പോഴാണ് ശ്രദ്ധിക്കണത്. ബ്രില്യൻറ്റ്. വെരി ഹാപ്പി ടു ബി സീയിങ് ദിസ് അഗൈൻ. ഒരിക്കലും വിചാരിച്ചില്ല പറ്റുമെന്ന്, ബട്ട് ഗോഡ് ഇസ് കൈൻഡ്. സിനിമ ആക്ച്വലി ഞങ്ങൾ കുറേ സ്വപ്നം എനിക്കൊന്നും കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ 2000 ബോണാണ്. എനിക്കൊന്നും കാണാൻ പറ്റാത്തൊരു സിനിമയാണ്. സോ തിയേറ്ററിൽ ഇത് വന്ന് കണ്ടപ്പോൾ ശരിക്കും ആദ്യമായിട്ട് കാണുന്ന ഒരു ഫീൽ കിട്ടി. ആൻഡ് നല്ല വർക്കാണ്. 4K ചെയ്തതൊക്കെ അടിപൊളി വർക്കാണ്. നമുക്ക് ശരിക്കും കണ്ടിരിക്കും, നമുക്ക് ആ ഫീൽ കിട്ടും. എല്ലാത്തിൻ്റെ ആ ഫീൽ അങ്ങനെ തന്നെ കിട്ടും. ആൻഡ് ആദ്യമായിട്ട് ആ പുതുമ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത്, 27 വർഷത്തിന് ശേഷം ആ പുതുമ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ സത്യം. കരഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും കണ്ടു. പക്ഷേ അതാ പറഞ്ഞ ആ പുതുമ ഇപ്പോഴും ഉള്ളതുകൊണ്ടാണ് നമുക്ക് ആ കരച്ചിൽ വരുന്നത്. നമുക്കറിയാം ഇതൊക്കെയാണ് സീൻ എന്ന് അറിയാം. ബട്ട് എങ്കിൽ പോലും ഭയങ്കര ഇമോഷണലായി പോയി. പാട്ടുകളൊക്കെ ഒന്നിനൊന്നും വെച്ചാണല്ലോ. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടം ഒരു രാത്രി കൂടിയാണ്. പക്ഷെ എന്നാൽ കൺഫ്യൂഷൻ്റെ ഡാൻസ് കളിക്കില്ലെന്ന് വെച്ചാൽ കളിക്കും. എല്ലാം ഒന്നിനൊന്നും മെച്ചമുള്ള പാട്ടുകളാണ്. ഈ സിനിമ ഇറങ്ങിയ സമയത്ത് 365 ദിവസം ഓടിയതാണ്. ഇതിപ്പോൾ ഇറങ്ങുമ്പോഴും ആൾക്കാർ കാണാനുണ്ടെങ്കിൽ ആ സിനിമ അത്രയ്ക്കുണ്ട്. അതാണ് സത്യം.